ഇത്രയും കാലം അവരോട് യുദ്ധം ചെയ്യേണ്ട ആവശ്യമുണ്ടായിരുന്നില്ല. ആ നിമിഷം കൊണ്ട് തന്നെ അവരെ വധിക്കാമായിരുന്നു. പക്ഷെ അത് സാധിച്ചു. അതുപോലെ തന്നെ ഇവിടെ പറയുന്നുണ്ട്, വിഷ്ണു ഭഗവാന്റെ ശിരസ് തെറിച്ചു പോയി എന്നാണ്. ശിരസ് തെറിച്ചു പോയതായിട്ടുള്ള ആ ഒരു സമയത്ത് പിന്നീട് ഹൈഗ്രീവമൂർത്തിയായിട്ട് മാറിയതും ദേവിയുടെ നിർദ്ദേശപ്രകാരമാണ്. അപ്പോൾ ഇതൊക്കെ സ്വന്തം സാമർഥ്യം ഉണ്ടായിരുന്നുവെങ്കിൽ സംഭവിക്കുമോ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട്. അതുകൊണ്ട് ആ പരാശക്തിയാണ്, ജഗദീശ്വരിയാണ് ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ളത് എന്നുള്ള കാര്യം ഇവിടെ ബ്രഹ്മദേവന് പറഞ്ഞു കൊടുത്തു. ബ്രഹ്മദേവന്റെ സംശയം ചോദിച്ചു. പക്ഷേ ബ്രഹ്മദേവന്റെ ആ പ്രതിപാദനം കേട്ടുകൊണ്ടിരുന്ന, അല്ലെങ്കിൽ ബ്രഹ്മദേവന്റെ കഥ നാരദ മഹർഷിയാണ് പറഞ്ഞു കൊടുത്തിരുന്നത്. ആ കഥ കേട്ടതായിട്ടുള്ള വേദവ്യാസ മഹർഷിക്ക് ഒരു അത്ഭുതം തോന്നി. അദ്ദേഹം ചോദിക്കുകയാണ്, അല്ല ഈ വിഷ്ണു ഭഗവാന്റെ ശിരസ് തെറിച്ചുപോയി എന്ന് പറയുക, അത് മറ്റേ കഥ ഞാൻ കേട്ടിട്ടുണ്ട്, ആ കഥ എനിക്ക് കേൾക്കണം, എന്നാൽ ഇതൊന്ന് പറഞ്ഞു തരും, എപ്പോഴാണ് വിഷ്ണു ഭഗവാന്റെ ശിരസ് തെറിച്ചു പോയത്, ആ കഥയൊന്ന് കേട്ടാൽ കൊള്ളാം എന്ന് പറയുന്നത് ചെയ്തു. അങ്ങനെയാണ് നാരദ മഹർഷി പറയുന്ന രീതിയിലൂടെ സൂതൻ ശൗനകന് ഈ കഥ പറഞ്ഞു കൊടുക്കുന്നത്. ഇപ്പൊ പറയുന്നു, വിഷ്ണു ഭഗവാൻ എപ്പോഴും ദേവന്മാരെ സഹായിക്കുന്ന ആളാണ് വിഷ്ണു ഭഗവാൻ. എന്ത് കാര്യമുണ്ടെങ്കിലും വിഷ്ണുവിനെയാണ് ആശ്രയിക്കുന്നത്. ഈ വിഷ്ണുവിന്റെ പാലകത്വം അതുപോലെ മറ്റുള്ള കഴിവുകളൊക്കെ കാര്യങ്ങൾ വിഷ്ണു ഭഗവാൻ ഒരു പ്രത്യേകതയുണ്ട്. വിഷ്ണു ഭഗവാൻ സത്വഗുണ പ്രധാനിയാണ് എന്നാണ് പറയുന്നത്.